ശരി, ദയവായി തുടരുക. ശ്രീ കെ എസ് ശബരിനാഥൻ, രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നു അനിശ്ചിതത്വമാണ്, ആ അനിശ്ചിതത്വത്തിൽ ആശങ്കയുണ്ട്. നോക്കൂ, നേരത്തെ KVS ഇവിടെ വളരെ ലാഘവത്തോടു കൂടി കാര്യങ്ങൾ വിശദീകരിച്ചതുപോലെ തന്നെ ഇതിപ്പോൾ ഒരു സർക്കാർ വിലാസം സംവിധാനമാണ്. ആ സർക്കാർ വിലാസം സംവിധാനത്തിൽ 15-ാം തീയതി യോഗം ചേരുന്നു. ഇതേ അരുൺ ഗോയൽ എങ്ങനെയാണോ സ്ഥാനം ഏറ്റെടുത്തത്, അതായത് ഒരൊറ്റ ദിവസം കൊണ്ടാണ് ആ പ്രോസസ്സ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം IAS നിന്ന് രാജിവെക്കുന്ന അടക്കമുള്ള പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്നുള്ള എല്ലാ പ്രോസസ്സും ഒറ്റ ദിവസം കൊണ്ടാണ്. അതുകൊണ്ട് കടുക്കനിട്ടവൻ പോയാൽ കമ്മലിട്ടവൻ വരും. അതെ നികേഷ്, ആദ്യമേ മനസ്സിലാക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ആർട്ടിക്കിൾ 324 പ്രകാരമാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയൊക്കെ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെയുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയിൽ എങ്ങനെ ഒരു ഇലക്ഷൻ കമ്മീഷണറെ പിൻവാതിലൂടെ നിയമിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു 2021-22 ഈ ശ്രീ അരുൺ ഗോയലിനെ കൊണ്ടുവന്നത്. അദ്ദേഹം ഇൻഡസ്ട്രി സെക്രട്ടറി ആയിരുന്നു, അതിനു മുമ്പ് കൾച്ചറൽ സെക്രട്ടറി ഒക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ RSSുമായിട്ട് പല പ്രോജക്റ്റുകൾക്ക് നല്ല ബന്ധം അദ്ദേഹത്തിനുണ്ടെന്നുള്ള വലിയ പരാതികൾ ആ സമയത്തുണ്ടായിരുന്നു. എന്തായാലും അദ്ദേഹം അവധിയെടുത്ത് VRS എടുത്തതിന്റെ പിറ്റേ ദിവസം ഏകദേശം കൂളിംഗ് പീരീഡ് പോലും ഇല്ലാതെ ഒരു ദിവസം കൊണ്ട് ഫയൽ പുട്ടപ്പ് 24 മണിക്കൂറിനകത്ത് അദ്ദേഹത്തിന് ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ട് അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്തിരുന്നു. അതിനുശേഷം 2027 ടെന്യൂർ കണ്ടിന്യൂ ചെയ്യാണെങ്കിൽ ഒരു പക്ഷേ പുതിയ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആകേണ്ട ആളാണ് അരുൺ ഗോയൽ. അപ്പോൾ അരുൺ ഗോയൽ എന്ന ഉദ്യോഗസ്ഥന്റെ ചില പ്രത്യേക രാഷ്ട്രീയ താല്പര്യങ്ങളെ കുറിച്ച് വലിയ ചർച്ചകൾ വന്നു. ഇവർ സുപ്രീം കോടതി പോലും ഇതിനെതിരെ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞ ഒരു കാര്യം, ഒരു ദിവസം കൊണ്ട് എങ്ങനെയാണ് ഇത്ര പെട്ടെന്നൊരു സുപ്രധാന തീരുമാനം എടുത്തതെന്നൊരു ചോദ്യമുണ്ട്. എൻ്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള ഒരു അമെൻമെന്റ്, 2023 അമെൻമെന്റ് പ്രകാരം ഇലക്ഷൻ കമ്മീഷണറെ സാധാരണ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ സുപ്രീം കോടതി ജഡ്ജിയുടെ ഈക്വൽ സ്റ്റേറ്റസ് ആണ്. അവരെ തിരഞ്ഞെടുക്കുന്നതിൽ പ്രധാനമന്ത്രിയുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുണ്ട്, ആണ് മെയിനായിട്ട് ആ പാനലിലുള്ളത്. ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ആളെ ഒഴിവാക്കിയിട്ട് പ്രധാനമന്ത്രിയുടെ ഇംഗിതം അനുസരിച്ച് ഇന്ത്യയിലെ ഒരു ക്യാബിനറ്റ് മന്ത്രിക്ക് ഇരിക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ നേരത്തെ ശ്രീ ഹരിദാസ് രാഘവത്തോട് പറഞ്ഞതുപോലെ നാളെ ഈ കമ്മിറ്റി ഇരിക്കാതിരിക്കാം. അതിനകത്ത് പ്രതിപക്ഷ നേതാവ് മാറിയിരുന്നാലും വിയോജിച്ചാലും അതിനകത്ത് രണ്ടാൾക്കാർ സർക്കാരിന്റെ ഭാഗമാണ്. അപ്പോൾ ഒരു ബോഡിയിൽ 50% കൂടുതൽ സർക്കാരിന്റെ ആളുകൾ വരാതിരിക്കാനുള്ള നിഷ്കർഷ വെച്ചാണ് പണ്ട് പ്രധാനമന്ത്രിയും അതിനുശേഷം ചീഫ് ജസ്റ്റിസും അതോടൊപ്പം നിഷ്പക്ഷ പോസ്റ്റായിട്ടുള്ള സ്പീക്കറും ഉണ്ടെന്ന് തോന്നുന്നു, പിന്നെ പ്രതിപക്ഷ നേതാവും ഉള്ളത്. അപ്പോൾ രണ്ടുപേരും മന്ത്രിസഭയുടെ ആളുകൾ വരുമ്പോൾ ഇഷ്ടമുള്ള ആളെ വീണ്ടും വെക്കാൻ കഴിയും. ഇതിന്റെ പ്രശ്നം ഈ ഒരു സമയത്തിന്റെയാണ് ഒരു സംശയം എല്ലാവർക്കും ഉള്ളത്. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് നാളെ മറ്റന്നാളുമായി വലിയ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥലത്തിലുള്ള മീറ്റിങ്ങുകളുണ്ട്. 13-ാം തീയതി ഇവർ ജമ്മു കശ്മീരിലേക്ക് പോകുന്നു. ആ ഒരു സമയത്തോടു കൂടി തന്നെ നമ്മൾ ഇലക്ഷൻ പ്രഖ്യാപിക്കുമെന്നാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. അപ്പം നേരത്തെ ശ്രീ ഹരിദാസ് പറഞ്ഞു പണ്ട് ഒരു ഇലക്ഷൻ കമ്മീഷണറെ ഉള്ളായിരുന്നുള്ളൂ. അതിൽ നിന്ന് എന്തുമാത്രം മാനങ്ങൾ മാറി. ഇത് ഏറ്റവും കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു വർക്കാണ് ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ. പണ്ട് സുകുമാർ സെൻ മുതൽ ശ്രീ TN ശേഷൻ വരെയുള്ള ആളുകൾ, പ്രഗത്ഭരായിട്ടുള്ള ആളുകളുടെ ശേഷം വന്നിട്ടുള്ളവർ ഒരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കാരണം ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള, ഇത്രയും EVM അടക്കമുള്ള വളരെ കോംപ്ലക്സ് ഡൈനാമിക് ആയിട്ടുള്ള സാധനമാണ്. 91 ശേഷം പുതിയ ഇലക്ഷൻ കമ്മീഷണറെ വെച്ചതിന്റെ കാരണം തന്നെ ഈ കോംപ്ലക്സിറ്റി കാരണമാണ്. കൂടുതൽ വോട്ടർമാരുടെ വയസ്സ് 18 വയസ്സാക്കി, അതിനുശേഷം കോടിക്കണക്കിന് ആളുകൾക്ക് വോട്ട് ചെയ്ത് സംവിധാനം കൺട്രോൾ ചെയ്യാൻ പ്രത്യേകിച്ച് ഈ 3 ആളുകൾ തന്നെ പര്യാപ്തമല്ലാത്ത ഒരു അവസ്ഥയാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇതിന്റെ കാരണം എന്താണ്? ഒരു പേടി, ശ്രീ കപിൽ സിബിലൊക്കെ പറഞ്ഞത്, ശ്രീ ജയറാം രമേശൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ്. നമുക്കത് അറിയില്ല. അദ്ദേഹം പറഞ്ഞതിന് ചിലപ്പോൾ നമ്മൾ ഇന്നലെ തന്നെ കണ്ടില്ല, ഹൈക്കോടതിയുടെ ഒരു ജഡ്ജി രാജിവെച്ച് ഇന്ന് വെസ്റ്റ് ബംഗാളിൽ BJPയുടെ സ്ഥാനാർത്ഥിയാവുകയാണ്. പിന്നെ നമ്മുടെ കണ്ണിലെല്ലാം മുന്നിൽ ഇപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഒരു ഓർമ്മ, ചണ്ഡീഗഡിൽ ആം ആദ്മിയുടെയും കോൺഗ്രസിന്റെയും സംയുക്ത മേയർ സ്ഥാനാർത്ഥിയെ തോപ്പിക്കാൻ വേണ്ടി പരിഗണിച്ചാലോ പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് വോട്ട് ചെയ്ത ആളുകളുടെ അറിയില്ല, അതിനകത്തുള്ള മാനദണ്ഡങ്ങൾ അദ്ദേഹം വരുമോ എന്നുള്ളത് അറിയില്ല. എന്നിരുന്നാലും അത് ബ്ലേറ്റന്റായി ക്യാമറകളുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് 8 വോട്ടുകൾ അദ്ദേഹം വോട്ട് ചെയ്ത സ്ലിപ്പിൽ പേരെഴുതുകയാണ്, അവിടെ മാർക്കിംഗ് ഇടുകയാണ്. അപ്പൊ അത്രയും ബ്ലേറ്റന്റ് ആയിട്ട് സർക്കാർ നിൽക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ ആലോചിക്കണം. ഒരു മേയർ ഇലക്ഷനില് വ്യക്തമാണ്. ഞാൻ വരാം ശ്രീ ശബരിനാഥൻ താങ്കളിലേക്ക്. PGT ആചാര്യ മുൻലോക് with MV Nikesh Kumar.